വൈകുന്നേരം ക്ലാസ് എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാവരും പോയി. ടീച്ചർമാർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളെല്ലാവരും പോകാൻ താമസിച്ചു. വിനു ഒന്ന് പുറകിലേക്ക് പോയി. സർ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വൈശാഖും വിനുവും മറ്റുള്ള കുറച്ച് ടീച്ചേഴ്സ്മാരും സ്റ്റാഫ് റൂമിലിരുന്നപ്പോൾ 10th സിയിലെ പഠിക്കുന്ന സംഗീത അങ്ങോട്ട് വന്നത്. എന്താ സംഗീതേ? അവൾ മാത്സ് ടെക്സ്റ്റ് വൈശാഖിൻ്റെ നേർക്ക് നീട്ടി. സാർ നേരത്തെ പഠിപ്പിച്ചില്ലേ, ആ പ്രോബ്ലം ഒന്നുകൂടെ പറഞ്ഞു തരുമോ? എനിക്കത് മനസ്സിലായില്ല. സംഗീത പോയില്ലായിരുന്നോ? സംശയമുണ്ടായിരുന്നു എങ്കിൽ നാളെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അത് സർ, നാളെ ഞാൻ വരില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ്സിലല്ലോ, പിന്നെ എക്സാം അല്ലേ. എനിക്കാണെങ്കിൽ ഇത് മനസ്സിലായതുമില്ല. വൈശാഖ് സാറിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ച് സംശയം കൂടുതലാണല്ലോ സാറേ, മഹേഷ് കളിയാക്കി. അതല്ലെങ്കിലും അങ്ങനെയല്ല സാറേ, പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും സംശയമായിരിക്കും. അതുമല്ല, പഠിപ്പിക്കുന്ന സാറുമാർക്കും സംശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും താല്പര്യം കാണും. വിനു മഹേഷിനെ നോക്കി പറഞ്ഞു. ഓ ആയിക്കോട്ടെ. മഹേഷ് പോകാനായി എഴുന്നേറ്റു. അങ്ങനെ അങ്ങ് പോകാതെ സാറേ, ഞാനും വരുന്നു. വിനുവ് മഹേഷിൻ്റെ കൂടെ ഇറങ്ങി. ഡാ, ഞാൻ ഇറങ്ങുവാ, നീ ഇത് കഴിഞ്ഞിട്ട് വരാൻ നോക്ക്. ഓക്കേടാ, നീ ഇറങ്ങിക്കോ. വിനു പോയതിനു പിന്നാലെ ബാക്കിയുള്ള ടീച്ചർമാർ ഓരോന്നായി പോയി തുടങ്ങി. പിന്നെ അവിടെ വൈശാഖും സംഗീതയും മാത്രമായി. വിനു സാറേ, ഒന്ന് നിന്നേ. വണ്ടിയെടുക്കാനായി പോയ വിനുവിനെ പ്രിൻസിപ്പൾ അങ്ങോട്ട് വിളിച്ചു. എന്താ സാറേ? വിനു പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് പോയി. വൈശാഖ് സംഗീതയ്ക്ക് ഓരോന്നായി പറഞ്ഞു കൊടുത്ത് അവനും പെട്ടെന്ന് തന്നെ ഇറങ്ങി. സംഗീതേ? എന്താ സർ? പുറത്തേക്ക് പോയ സംഗീത തിരിഞ്ഞു നോക്കി. എക്സാം നന്നായിട്ട് എഴുതണം. ഈ വർഷത്തെ പ്രതീക്ഷ മൊത്തം ഇയാളിലാണ്. ശരി സർ. അവൾ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വൈശാഖും വണ്ടിയെടുത്ത് പോയി. വൈശാഖ് പോകുന്നതും അതിനു പുറകെ സംഗീത പോകുന്നതും വിനു ദൂരെ നിന്ന് കണ്ടു. എന്നാൽ വിനുവിനെ വൈശാഖ് കണ്ടതുമില്ല. വിനു എന്ന് പറഞ്ഞു നിർത്തി. എന്നിട്ട് ബാമയെ നോക്കി. ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ബാമയ്ക്ക് എന്തു തോന്നി? വൈശാഖേട്ടൻ പോയി, പിന്നെ അതിനു പിന്നാലെ കൊച്ചും പോയി. തന്നെല്ലോ? ബാമ അതേന്ന് തലയാട്ടി. പ്രിൻസിയോട് സംസാരിച്ചതിന് ശേഷം ഞാനും ഇറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ കേട്ട വാർത്തയിൽ ഞാൻ ഷോക്കായി പോയി. ഗ്രൗണ്ടിൽ ആ കൊച്ചു മരിച്ചു കിടക്കുന്നു. അതിനെ ആരോ പീഡിപ്പിച്ചിരിക്കുന്നു. അവസാനമായി സംഗീതയെ കണ്ടത് വൈശാഖിൻ്റെ കൂടെ ആയതുകൊണ്ട് പ്രതി അവനാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാണ് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായത്. അങ്ങനെ ആ കേസ് അവിടെ തീർന്നു. വൈശാഖ് കുറ്റവാളിയായി. അന്ന് എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞതും വൈശാഖേട്ടൻ ഒരു കോള് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ വരാമെന്നും പറഞ്ഞു പോയതാ. പിന്നെ കണ്ടത്. ബാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല ബാമി, അവനല്ല അത് ചെയ്തത്. അവനെ മനഃപൂർവ്വം ഇതിൽ കുരുക്കിയതാണ്. അവൻ ജീവിച്ചിരുന്ന സത്യം എല്ലാവരും അറിയുമെന്ന് കരുതിയാണ് അവനെയും കൊന്നത്. കൊലയാളി ഇന്നും എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. അയാൾ മാന്യമായി ഇപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്നു. ഇനിയും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് നീ വൈശാഖ് സാറിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പേടിക്കും. നാളെ നിന്നെ നോക്കുന്നവരുടെ മുഖത്ത് പേടിയാണോ, അതോ നിന്നെ കാണുമ്പോൾ പുച്ഛമാണോ, അതോ അനുകമ്പയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രിൻസിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാമയ്ക്കെല്ലാം മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? അവൻ ബാമയുടെ മുഖത്തേക്ക് നോക്കി പതിയെ അവളോടായി ചോദിച്ചു. ഇപ്പോൾ ബാമയുടെ ടെൻഷനെല്ലാം മാറിയില്ലേ? എന്നാൽ പോയി നല്ലൊരു ചായ ഇട്, ഞാൻ ഫ്രഷായി അങ്ങോട്ട് വരാം. അവളൊന്ന് തലയാട്ടി റൂം തുറന്ന് താഴേക്ക് പോയി. അറിയാതെ വിനുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ആഹാ, മോളിങ് വന്നു. നിങ്ങളുടെ പിണക്കൊക്കെ മാറിയോ? മാറിയമ്മേ. അതിരിക്കട്ടെ, എന്തിനായിരുന്നു രണ്ടുപേരും പിണങ്ങിയത്? അത് വെറുതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലമ്മേ. അല്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ പിണങ്ങുന്നത് നല്ലതാ. അതെന്താ അമ്മേ? എന്നാലല്ലേ ഇരട്ടി സ്നേഹത്തോടെ ഒന്നിക്കാൻ പറ്റൂ. ജയബാമയുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ഇനിയും നീണ്ടു പോകരുത്. ഉടനെ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കേൾക്കണം, കേട്ടല്ലോ? ബാമ ഒന്നും മിണ്ടാതെ നിന്നു. വിനു ചായ കുടിക്കാൻ താഴേക്ക് വന്നപ്പോഴാണ് അടുക്കളയിൽ സംസാരം കേട്ടത്. അമ്മ ചോദിച്ചതിനുള്ള മറുപടി ബാമ കൊടുക്കില്ലെന്നറിയാം. അതുകൊണ്ട് വിനു അങ്ങോട്ടേക്ക് ചെന്നു. ഉടനെ അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ ഞങ്ങൾ തരും, അല്ലേ ബാമേ? അവനത് പറഞ്ഞ് ബാമയുടെ തോളിൽ കൈയിട്ടു. അത് കണ്ട് ജയ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞ് ചായ 2 കപ്പിലായി എടുത്തു. ഇതേ സമയം വിനു തോളിൽ കൈവച്ചപ്പോൾ ബാമയൊന്ന് ഞെട്ടിപ്പോയി. വിനു പതിയെ ജയ കാണാതെ കണ്ണടച്ച് കാണിച്ചു. ദാ, 2 പേരും ചായ കുടിച്ചോ? ജയ അവർക്ക് നേരെ ചായ നീട്ടി. അമ്മേ, ഞാനൊരു കാര്യം പറയാൻ കൂടിയാണ് വന്നത്.
എന്താടാ? ഞാനും ബാമയും കൂടെ ഒരു ഹണിമൂണിന് പോയാലോ എന്നൊരാലോചന. ബാമ ഒന്നുകൂടെ ഞെട്ടിയിരുന്നു. മോനെ, ഇപ്പം എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ. അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ആട്ടെ, എങ്ങോട്ടാ പോകുന്നത്? അത് പറയാം, പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ വേറൊരു ഫാമിലി കൂടെ ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതാരടാ? എൻ്റെ പുന്നാരമ്മയും അച്ഛനും. പോടാ, നീ എന്താ തമാശ പറയുവാണോ? ഈ വയസ്സാം കാലത്തല്ലേ ഒരു ഹണിമൂണ്? ജയ വിനുവിനെ അടിക്കാനായി കയ്യോങ്ങി. ഞാൻ തമാശ പറഞ്ഞതല്ല. ഞങ്ങൾ എവിടെ പോകുന്നു അവിടെ എൻ്റെ അമ്മയും അച്ഛനും കൂടെ വേണമെന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, ബാമയുടെയും. അല്ലേ ബാമേ? വിനു ബാമയെ നോക്കി. ബാമ അതേയെന്ന് തലയാട്ടി. അവൾ കേട്ട വാർത്തയുടെ ഷോക്കിലായിരുന്നു. അതുമല്ല, വിനുവിൻ്റെ കൈ ബാമയുടെ തോളിലും. ആകെ അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ. എവിടെയാണിടാ പോനെ പോകുന്നേ? അമ്മേ, ഞാനിപ്പോൾ ബാമയെ എവിടെ കൊണ്ടുപോയാലും ഇവൾക്ക് സന്തോഷമാകുന്നതെന്ന് അമ്മയ്ക്കറിയാമോ? ബാമയും ജയും ഒരുപോലെ വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം നമുക്ക് സുധാമയുടെ വീട്ടിൽ പോകാം. എന്നിട്ട് അതിനുശേഷം ബാമ വളർന്ന അനാഥാലയം. പിന്നെ അവിടുന്ന് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. അതപ്പോൾ പറയാം. എന്താ, അതുപോലെ? മതി മോനി. സുധയെ കാണുമ്പോൾ ഇവൾക്കും സന്തോഷമാകും. പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമാകുന്നു. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും നിന്റെ തീരുമാനം നന്നായി. അല്ല മോനെ, സ്കൂളിൽ പോകണ്ടേ നിങ്ങൾക്ക്? ഞാൻ ഇന്ന് പ്രിൻസിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാമയ്ക്കും ഒരു ആശ്വാസമാകും. അവൻ ബാമയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അയ്യോ, മോൾക്ക് കരയുവാണോ? സന്തോഷം കൊണ്ടാ അമ്മേ. ഞാൻ 3 വർഷമായി അനാഥാലയത്തിൽ നിന്ന് വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ പോയി എല്ലാവരെയും കാണണമെന്ന്. അതിനിതുവരെ സാധിച്ചില്ല. ഇപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിങ്. ഇനി നിന്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞു ചെയ്യാനല്ലേ മോളെ ഇവനുള്ളത്. അവൻ നിന്റെ മനസ്സറിഞ്ഞ് തന്നെ പ്രവർത്തിച്ചോളും, പോരെ? വിനു ബാമയുടെ തോളിൽ നിന്നും കൈയെടുത്ത് ഹാളിലേക്ക് നടന്നു. വിനു പോകുന്നത് നോക്കി 2 പേരും നിന്നു. മോളി ചെല്ല്, അവനോടൊന്ന് സംസാരിക്ക്. ഞാൻ എപ്പോഴേ എൻ്റെ മോൻ്റെ മുഖം സന്തോഷത്തോടെ കാണുന്നത്. ബാമ മടിയോടെ വിനുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾക്കെന്തോ വല്ലാത്തൊരു നാണം തോന്നി. വിനുവേട്ടാ? ബാമ ഒരു മടിയോടെയാണെങ്കിലും അവനെ വിളിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്താണ്, മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ടല്ലോ? അതെ വിനുവേട്ട, എൻ്റെ സന്തോഷം എങ്ങനെ പുറത്ത് കാണിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഡോ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് പ്രകടിപ്പിക്കണം. മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെക്കരുത്. നാളെ രാവിലെ നമുക്കിവിടെ നിന്ന് പുറപ്പെടണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പോയിട്ട് വന്നതിന് ശേഷം വിനു ഒന്ന് പറഞ്ഞു നിർത്തി. അവൾ എന്തെന്നുള്ള ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഏയ്, അതൊന്നുമില്ല, അത് പോയി വന്നിട്ട് പറയാം. രാവിലെ തന്നെ സുധ നല്ല തിരക്കിലാണ്. നേരത്തെ തന്നെ സുധയെ വിളിച്ചു പറഞ്ഞിരുന്നു അവർ വരുന്ന കാര്യം. സുധയ്ക്ക് സഹായത്തിന് അടുത്ത വീട്ടിലെ രാധയുമുണ്ട്. സുധേശിയെ ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ രാധെ എൻ്റെ കുട്ടികൾ ഇന്ന് വരുമെന്നറിഞ്ഞപ്പോൾ തുടങ്ങിയ സന്തോഷമാണ് എനിക്ക്. ഞാൻ കരുതിയില്ല ഇത്ര പെട്ടെന്ന് അവർ ഒരുമിക്കുമെന്ന്. അതാ ചേച്ചി ആണുങ്ങളുടെ മിടുക്ക്. പോടി അവിടുന്ന്. ചേച്ചി, ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഒരാണ് പെണ്ണിനെ സ്നേഹിച്ചു കൂടെ നിർത്തിയ അവൾ ഇന്നും അവൻ്റെ തണലിൽ തന്നെ ജീവിക്കും. ആ കുഞ്ഞൊരിക്കൽ പോലും ചേച്ചിയുടെ മോൻ്റെ കൂടെ ജീവിച്ചിട്ടില്ല. അതിപ്പോഴായിരിക്കും സന്തോഷിക്കുന്നേ. അതേ രാധെ, അവൾ ഇപ്പോഴായിരിക്കും ഒന്ന് സന്തോഷിക്കുന്നത്. അവർ തമാശ പറഞ്ഞ് കളിയും ചിരിയുമായി ജോലിയെല്ലാം തീർത്തു. പുറത്തൊരു വണ്ടിയുടെ ഹോൺ കേട്ട് സുധ ഉമ്മറത്തേക്ക് ഇറങ്ങി. അമ്മേ? ബാമ വണ്ടിയിൽ നിന്നിറങ്ങി ഓടി സുധയെ പോയി കെട്ടിപ്പിടിച്ചു. മോൾക്ക് അമ്മയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടല്ലേ? ജയ ആരോടൊന്നില്ലാതെ പരിഭവം പറഞ്ഞു. എനിക്കെൻ്റെ 2 അമ്മമാരും വേണം. അവൾ ജയയുടെ തോളിലേക്ക് ചാഞ്ഞു. 2 പേരുടെ മനസ്സും ഒരുപോലെ നിറഞ്ഞു. അപ്പോൾ അമ്മമാരും മോളും ഒരുമിച്ചപ്പോൾ ഞങ്ങൾ പുറത്ത്. അയ്യോ അശ്വകേട്ടാ, വിനുമോനെ കയറി വാ. മോളെ കണ്ടപ്പോൾ ഞാനെല്ലാം മറന്നു. എല്ലാവരും അകത്തേക്ക് കയറി. യാത്ര ചെയ്ത് വന്നതല്ലേ എല്ലാവരും, പോയി ഫ്രഷായിട്ട് വന്നാൽ നമുക്ക് ഊണ് കഴിക്കാം. സുധേ, നല്ല വിശപ്പുണ്ട്. എന്നാലും ക്ഷീണം മാറാൻ പോയൊരു കുളി പാസ്സാക്കിയിട്ട് വരാം, അശോകൻ പറഞ്ഞു. മോളെ, നിന്റെ മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. മോനെയും കൂട്ടി മുകളിലേക്ക് പൊയ്ക്കോളൂ. ജയക്കും അശോകനും ദേ ആ മുറി ഉപയോഗിക്കാം. അങ്ങനെ അവരുടെ സന്തോഷത്തിൽ ഒരു ദിവസം കൂടെ കടന്നുപോയി. ബാമ രാവിലെ വിനുവുള്ള ചായയുമായി റൂമിലേക്ക് കയറി വന്നതാണ്. അവൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. വിനുവേട്ട, ചായ. ബാമേ, ദേ അവിടെ എന്താ, ഒരു കുളമാണോ? ബാമ പുറത്തേക്കൊന്ന് നോക്കി. അതെ, അവിടെ കുളമാണ്. ബാമ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ഇയാൾ ഇവിടെ വന്നിട്ട് 3 വർഷമായില്ലേ?
അപ്പോൾ ഇതുവരെ അവിടെ പോയിട്ടില്ല? എങ്ങനെ പോകാനാ മോനെ? ഇവളെ ഇതിനകത്ത് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? 3 വർഷം ഇതിനകത്ത് തന്നെ ഒരു കരാഗ്രഹവാസം പോലെ ആയിരുന്നില്ലേ? അങ്ങോട്ട് വന്ന് സുധ പറഞ്ഞു. ഞാൻ രണ്ടുപേരെയും താഴെ ദേവീക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാൻ പറയാൻ വന്നതാ. രണ്ടുപേരും അമ്പലത്തിലും പോയി ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ. അതാ അമ്മ ഞാനും ഇപ്പം ചിന്തിച്ചേ, ഇവിടുത്തെ നാടൊക്കെ ഒന്ന് കാണണമെന്ന്. ബാമൊന്ന് വേഗം റെഡിയായി വാ, ഞാൻ താഴെ നിൽക്കാം എന്ന് പറഞ്ഞ് വിനു താഴേക്കിറങ്ങി. മോളെ, നീ എന്താലോചിച്ച് നിൽക്കുക? ഒന്ന് പോയിട്ട് വാ മോളെ. മടിയോടെ നിൽക്കുന്ന ബാമയെ കണ്ട് സുധ പറഞ്ഞു. ഒന്നും പറയണ്ട, വിനു നല്ല താല്പര്യത്തോടെയല്ല നിൽക്കുന്നേ. അപ്പം നീ ഇങ്ങനെ നിന്നാ എങ്ങനെയാ? എന്തോ പറയാൻ വന്ന ബാമയെ തടഞ്ഞുകൊണ്ട് സുധ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ബാമ ഒരുങ്ങിയിറങ്ങി. ആദ്യമായിട്ടാണ് ആ നാട് കാണാൻ പോകുന്നത്. എന്തോ മനസ്സിലൊരു പേടി പോലെ. രണ്ടുപേരും അമ്പലത്തിൽ പോയി തൊഴുതു. വിനു ഇടയ്ക്ക് ബാമയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. അവൻ ഞെട്ടിപ്പോയി. അകത്തിരിക്കുന്ന ദേവിയുടെ മുഖമാണല്ലോ ഇവൾക്ക്. അവനൊന്ന് തലകുടഞ്ഞു. ഏയ്, എനിക്ക് തോന്നിയതാ. ദേവി, എനിക്കിതെന്താ പറ്റിയത്? ഇവളെ കാണുമ്പോൾ ഉള്ളു കിടന്ന് പിടയ്ക്കുക. ഇനി ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ടോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇവിടെ ഈ നെഞ്ചിൽ ഞാൻ ഒരാളെ മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ. ബാമയെ ഞാൻ ഇതുവരെ വേറൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല. എല്ലാം എൻ്റെ തോന്നലായിരിക്കും അല്ലേ ദേവി? അവൻ മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചു. ബാമ ആകാംക്ഷയോടെ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കൗതുകത്തോടെ ക്ഷേത്രമെല്ലാം ചുറ്റിക്കണ്ടു. ആദ്യമായി ഇവിടെ വരുന്നത് തന്നെ വിനുമായിട്ടുള്ള അവളുടെ കല്യാണത്തിൻ്റെ അന്നാണ്. ബാമയുടെ ആകാംക്ഷ അവൻ്റെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു. അവൾ കാണാതെ തന്നെ അവൻ അവളെ ഇടം കണ്ടിട്ടൊന്ന് നോക്കും. കാവും അമ്പലക്കുളവുമെല്ലാം രണ്ടുപേരും ചുറ്റി നടന്ന് കണ്ടു. പുറത്തിറങ്ങിയപ്പോൾ ആലിൻചോട്ടിൽ സ്വാമി ഇരിക്കുന്നത് കണ്ട് ബാമ അങ്ങോട്ട് പോയി. എൻ്റെ ദേവി, അത്ഭുതമായിരിക്കുന്നല്ലോ കുട്ടിയെ. ഇത് ബാമ മോള് തന്നെയാണോ? സംശയിക്കേണ്ട സ്വാമി, ഇത് സാക്ഷാൽ ബാമ തന്നെയാണ്, വിനു പറഞ്ഞു. ഈ കുട്ടിയൊന്ന് പുറത്തിറക്കാൻ സുധ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവനില്ലാത്ത ലോകം ഇവൾക്കും കാണണ്ടെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് തന്നെ കഴിച്ചുകൂട്ടിയ 3 വർഷം. അറിയാം സ്വാമി, സുധാമെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോനെ, ഇവൾ നിനക്കുള്ള വെളിച്ചമാകും. ആ വെളിച്ചം കെടാതെ നീ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായൊരു കാര്യം സംഭവിക്കും. അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. ദേവിയുടെ എല്ലാ ഐശ്വര്യവും എപ്പോഴും കൂടെയുണ്ടാകും. സന്തോഷത്തോടെ പോയി വരിക. അവർ സ്വാമിയോട് യാത്ര പറഞ്ഞിറങ്ങി. ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയാൽ പിന്നെ ഒരു പാടമാണ്. അത് കഴിഞ്ഞ റോഡാണ്. റോഡിൻ്റെ മറുകരയിലാണ് സുധയുടെ വീട്. രണ്ടുപേരും പാടവരമ്പിൽ കൂടെ നടന്നു. ബാമ വിനുവിന് മുന്നിലൂടെയാണ് നടന്നു പോകുന്നത്. അവളുടെ ആ നടത്തം അവൻ തൻ്റെ മൊബൈൽ ക്യാമറയിൽ അവൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് പകർത്താൻ തുടങ്ങി. പുറകിൽ വിനു ഉണ്ടെന്നുള്ള കാര്യം അവൾ പാടെ മറന്നു. കൂട്ടമായി പറന്നു പോകുന്ന പക്ഷിയെ കണ്ട് അവൾ ഒന്ന് നിന്നു. അവൾ കുറച്ചു നേരം അവയെ നോക്കി നിന്നു. അതിനുശേഷം വീണ്ടും നടക്കും. ഇടയ്ക്കതും പതിവായി എന്തെങ്കിലും കാണുമ്പോൾ ബാമ കുറച്ചു നേരം നോക്കി നിൽക്കും. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വിനുവും നിൽക്കും. ബാമേ, ആ വിളിയിൽ അവൾ ഞെട്ടിത്തിരിഞ്ഞൊന്ന് നോക്കി. അയ്യോ വിനുവേട്ടാ, സോറി, ഞാനിങ്ങനെ ഓരോന്ന് കണ്ടപ്പോൾ. ബാമേ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ നിന്നെ വിളിച്ചതേ നിന്റെ മുറിയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട കുളവില്ലേ, അവിടെ ഒന്ന് പോയാലോ? അവ ഒന്ന് ആലോചിച്ച് നിന്നു. നീ കൂടുതൽ ആലോചിച്ച് തലപുകയ്ക്കേണ്ട, എൻ്റെ കൂടെ വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കുളത്തിനരിയിലേക്ക് നടന്നു. അവൾ അനുസരണയുള്ള കുട്ടിയെ പോലെ കൂടെ നടന്നു. കുളത്തിൻ്റെ അടുത്തെത്തിയതും വിനു ബാമയെ കൈവിട്ടു. ബാമയെ, നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവിടെ വരണമെന്ന്? ഇടയ്ക്ക് തോന്നാറുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. വിനു കുളത്തിൻ്റെ പടവിലായിരുന്നു. നീ ഇരിക്കു ബാമേ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. നിനക്ക് നീന്തൽ അറിയുമോ? ഇല്ല. പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു കല്ലിൽ ചവിട്ടി ബാമ നേരെ കുളത്തിലേക്ക് വീണു. ബാമേ, വിനു നേരെ കുളത്തിലേക്ക് ചാടി. അവൻ അവളെ വെള്ളത്തിൽ നിന്ന് പിടിച്ചുയർത്തി. ബാമ കുഴഞ്ഞു വിനുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവൾ ഒരു വിറയലോടെ വിനുവിനെ കെട്ടിപ്പിടിച്ചു. അവന് ശരീരത്തിൽ വല്ലാത്തൊരു ഫീൽ അനുഭവപ്പെട്ടു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ബാമ കുറച്ചു നേരം അങ്ങനെ കിടന്നതിനു ശേഷം ഒന്ന് ഓക്കെ ആയപ്പോൾ അവൻ അവളെ കുളത്തിൽ നിന്നും കരയിലേക്ക് കയറ്റി. എന്നിട്ട് കുളത്തിൻ്റെ പടവിലേക്ക് അവളെ ഇരുത്തി. പേടിച്ചു പോയോ? അവിടെ നിൽക്കാവുന്നത്ര ആഴമല്ലേ ഉള്ളൂ. എനിക്ക് പേടിയാ, ഞാനിതിലൊന്നും ഇറങ്ങിയിട്ടില്ല. സാരമില്ല, ഞാനില്ലേ കൂടെ. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ ഒരാശ്രയം എന്നോണം അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. നമുക്ക് പോയാലോ ബാമേ? ഇങ്ങനെ ഇരുന്നാലേ നിനക്ക് ചിലപ്പോൾ പനി വരും. വാ, വീട്ടിൽ പോകാം. അവൻ അവളെ പിടിച്ചെണീപ്പിച്ചു.
അവൾക്ക് നനഞ്ഞ തുണിയിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നി. സുധയും ജയയും കൂടെ ഉമ്മറത്ത് കുശലം പറഞ്ഞിരുന്നപ്പോഴാണ് വിനുവും വാമയും അങ്ങോട്ട് കയറി വന്നത്. ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ? അതോ ഇവൾക്ക് കുളം കണ്ടപ്പോൾ ഒന്ന് കുളിക്കണമെന്ന് തോന്നി. ഒറ്റക്കായതുകൊണ്ട് ഞാനും ഒരു കമ്പനി കൊടുത്തതാ. എന്തേ? അവൻ ജയയെ നോക്കി പറഞ്ഞു. അതിന് നീ എന്തിനാ എന്നോട് ചാടി കടിക്കുന്നേ? ജയ വിനുവിനോടായി വീണ്ടും ചോദിച്ചു. എന്തെല്ലാം അറിയണം രണ്ടെണ്ണത്തിനും, ഇത്തിരി നനയാനും പാടില്ലേ? നീ വാ ബാമേ. അവൻ അവളെയും കൂട്ടി മുകളിലേക്ക് കയറിപ്പോയി. അവരുടെ പോക്ക് കണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. സുധേ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതേ ജയെ, എന്തോ ഉണ്ട്. അത് പറയാൻ നാണക്കേടായതുകൊണ്ടാണ് അവനിങ്ങനെ ദേഷ്യപ്പെട്ടെ. രണ്ടുപേരും അവർ പോയ വഴിയെ നോക്കി നിന്നു. ബാമ പോയി ഫ്രഷായി വരൂ. റൂമിലെത്തിയതും വിനു ബാമയോട് പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അയ്യോ, ആകെ നാണക്കേടായി. വെറുതെ അവരോട് ചൂടാകണ്ടായിരുന്നു. അവരെന്ത് കരുതി കാണും? ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? വിനു ഓരോന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്താണ് നനഞ്ഞ കോഴിയുടെ ആലോചന? താഴെ വിനുവിനെയും ബാമയെയും കുറിച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ട് എന്താണെന്ന് അറിയാനായി മുകളിലേക്ക് വന്നതായിരുന്നു അശോകൻ. അപ്പോഴാണ് വിനു ആകെ നനഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടത്. അച്ഛാ, അല്ല, അമ്പലത്തിൽ പോയ നീ എങ്ങനെയാടാ നനഞ്ഞത്? വിനു നടന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. ഞാൻ കരുതി കുളം കണ്ടപ്പോൾ രണ്ടും കൂടെ ഇറങ്ങി കുളിച്ചതാണെന്ന്. അതെന്താ, ഞങ്ങൾക്ക് വീട്ടിൽ ബാത്റൂം ഇല്ലേ കുളിക്കാൻ? അതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു രസമല്ലടാ. ഒന്ന് പോയേ അച്ഛാ, വയസ്സാം കാലത്ത് വെറുതെ തമാശിക്കല്ലേ. ഡാ, പിന്നെ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാൻ കൂടെയാണ്. സുധ ഏതോ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അത് കേട്ടതു മുതൽ തുടങ്ങിയ ചട്ടമ്മ നിൻ്റെ അമ്മയുടെ അവിടെ പോകണമെന്ന്. അവിടെ ചെന്ന് നേർച്ചയിട്ട മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കുമെന്ന്. അപ്പം ഞങ്ങൾ വൈകുന്നേരം അങ്ങ് പോകും. ആ പിന്നെ നിന്റെ കൂട്ടുകാരൻ വിഷ്ണു ഇല്ലേ, ഇവിടെ 10ാം ക്ലാസ് വരെ നിന്റെ കൂടെ പഠിച്ചവൻ വന്ന് അന്വേഷിച്ചിട്ട് പോയി. നീ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞറിഞ്ഞതാ. അവൻ്റെ നമ്പറും തന്നിട്ട് പോയി. ദാ, നീ വിളിച്ചെന്താണെന്ന് ചോദിച്ചു നോക്ക്. അശോകൻ നമ്പർ വിനുവിൻ്റെ കയ്യിൽ കൊടുത്ത് പുറത്തേക്കിറങ്ങി. അല്ല, ഞങ്ങളും കൂടി വന്നാലോ അച്ഛാ? ഏയ്, അത് വേണ്ടട മോനെ, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോഴേക്കും ബാമ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് വന്നു. അച്ഛനെന്താ പറഞ്ഞേ? അവരെവിടെയോ അമ്പലത്തിൽ പോകുവാണെന്ന്. വൈകുന്നേരം പോയാൽ നാളെ വരുള്ളൂ എന്ന്. ആണോ? എന്നാൽ നമുക്കും പോയാലോ? ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് വരാം. ബാമ താഴേക്ക് പോയി. വിനു ഫോണെടുത്ത് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. മറുതലക്കിൽ വിഷ്ണു ഫോൺ എടുത്തതും, ഡാളിയ, ഇത് ഞാനാ. ഫാ നോറി, നീ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആ വിവരം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. അതളിയ, ഇന്നലല്ലേ വന്നത്. ഓ, നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞങ്ങൾ അറിഞ്ഞു. കല്യാണത്തിനോ വിളിച്ചില്ല, അതിൻ്റെ ചിലവെങ്കിലും ചെയ്യാമായിരുന്നടാ. ഡാ, അതൊക്കെ ചെയ്യാടാ. ആ പിന്നെ ഞാൻ വിളിക്കാൻ പറഞ്ഞത്, നീ ചിലവൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നമ്മളെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ വെച്ച് നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും ചെറിയൊരു പാർട്ടി തരാൻ തീരുമാനിച്ചു. കൃത്യം 7 മണിക്ക് നിന്റെ പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ട് എത്തിയേക്കണം, കേട്ടല്ലോ. ഡാ, അത് വൈകുന്നേരം അമ്മയും എല്ലാവരും ചേർന്ന് ഏതോ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടേക്കുവാ. നമുക്ക് പിന്നെ ഒരു ദിവസം കൂടാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എല്ലാവരെയും വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നീ കാലം മാറല്ല വിനു, നിങ്ങൾ വന്നേ പറ്റൂ. ശരിയടാ, ഞങ്ങൾ വരാം. വിഷ്ണു സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബാമയാണെ അമ്പലത്തിൽ അവളെയും കൂടെ കൊണ്ടുപോകാൻ ചോദിക്കാൻ പോയി. ആ, നോക്കാം. അവൻ വേഗം ഫ്രഷായി താഴേക്ക് ചെന്നു. അമ്മേ. ഓ, നീ എന്തിനാടാ ഇങ്ങനെ കാറിക്കോവുന്നേ? അടുക്കൽ നിന്ന ബാമയും സുധയും ജയും ഹാളിലേക്ക് വന്നു. അമ്മേ, ഇന്ന് വിഷ്ണുവിൻ്റെ വീട്ടിൽ എന്തോ ചെറിയൊരു പാർട്ടി ഉണ്ടെന്ന് ഞങ്ങളോട് വൈകുന്നേരം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആര്? രാവിലെ ഇവിടെ വന്ന ചെക്കനാണോ? അതെ, കല്യാണം വിളിച്ചില്ലെങ്കിലും പറഞ്ഞ് പരാതി പറഞ്ഞു. ഞാൻ ചെല്ലാമെന്നും സമ്മതിച്ചു. അത് നന്നായി. നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം, സുധ പറഞ്ഞു. ബാമ സുധയുടെ മുഖത്തേക്ക് നോക്കി. സാരമില്ല മോളെ, പിന്നെ ഒരു ദിവസം നിന്നെ കൊണ്ടുപോകാം. ഇന്ന് നീ മോൻ്റെ കൂടെ പോയിട്ട് വാ. ബാമ അനുസരണയോട് തലയാട്ടി. വിനു മുകളിലേക്ക് പോയി. മോളെ, ഇനി മുതൽ അവൻ്റെ സന്തോഷമാണ് നീ നോക്കേണ്ടത്. അമ്പലത്തിൽ നിന്ന് വേണു പോകാമല്ലോ. മോനിപ്പോൾ നല്ല സന്തോഷത്തിലാണ്, അത് കളയണ്ട. സങ്കടത്തോടെ നിൽക്കുന്ന ബാമയെ കണ്ട് സുധ പറഞ്ഞു. വൈകുന്നേരം ജയയും അശോകനും സുധയും കൂടെ അമ്പലത്തിൽ പോയി. ബാമയ്ക്കെന്തോ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. കൃത്യം 7 മണിയായപ്പോൾ തന്നെ രണ്ടുപേരും പോകാനായി ഇറങ്ങി. വിഷ്ണുവിൻ്റെ വീട്. വിനുവിനെയും ബാമയെയും കണ്ട സന്തോഷത്തിൽ വിഷ്ണു അവർക്കടുത്തേക്ക് ചെന്നു. 10ാം ക്ലാസ്സിൽ അവൻ്റെ കൂടെ പഠിച്ച മിക്ക കൂട്ടുകാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം അവന് 10ാം ക്ലാസ്സുകാരനായി.
പെട്ടെന്നാണ് അവിടെ സ്റ്റേജിൽ ഒരുക്കിയുള്ള സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആയത്. രാവിലെ ബാമയോ മുത്തമ്പലത്തിൽ തൊഴുന്ന വീഡിയോ. അവനൊന്ന് അതിശയിച്ച് വിഷ്ണുവിനെ നോക്കി. വിഷ്ണു തിരികെ കണ്ണടച്ച് കാണിച്ചു. വിനുവും ബാമയും ഒരു നിമിഷം അന്തം വിട്ട് നിന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് വിനു ബാമയെ ഒളി കണ്ടിട്ട് നോക്കുന്നതും അതിശയിച്ചു നിൽക്കുന്നതും കണ്ടപ്പോൾ അവന് ബാമയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നാണക്കേട് തോന്നി. രണ്ടുപേരും പാടത്തോട് നടക്കുന്നതും കുളത്തിൽ വീഴുന്നതും അതിനുശേഷം അവൻ അവളെ ചേർത്ത് പിടിക്കുന്നതും പിന്നെ രണ്ടുപേരും തിരികെ വീട്ടിൽ ചെന്ന് കയറുന്നത് വരെയുള്ളൊരു വീഡിയോ. ബാമയ്ക്ക് അതിശയം തോന്നാതിരുന്നില്ല. അവൾ വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഞാനല്ലെന്ന് തല വെട്ടിച്ച് കാണിച്ചു. അവനെ നോക്കണ്ട, ഇത് ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. നിങ്ങളിവിടെ വരുന്ന കാര്യം ഇന്നലെയേ അറിഞ്ഞു. സുധാൻ്റെ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോഴേ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പ്രതീക്ഷിക്കാതെ രാവിലെ 2-നെയും അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എൻ്റെ ഫോണിൽ നിങ്ങൾ കാണാതെ എടുത്തതാ. ഡാ, ഇതെനിക്ക് അയച്ചു തരണേ, അവൻ ബാമ കേൾക്കാതെ വിഷ്ണുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. നീ നിന്റെ ഫോണിൽ എടുത്തതോ? അത് കുറച്ചേ ഉള്ളൂ. ഓ, ഞാൻ അയച്ചു തരാം. നീ വന്നേ, നിന്നോട് കുറച്ച് ചോദിക്കാനുണ്ട്. ബാമയെ അവിടെ വിഷ്ണുവിൻ്റെ ഭാര്യയുടെ കൂടെയാക്കി അവർ വിനുവിനെ വിളിച്ചുകൊണ്ട് പോയി. വിഷ്ണുവിൻ്റെ ഭാര്യ ഇന്ദു ബാമയുമായി നല്ല കൂട്ടായി. ഇന്ദു ഉള്ളതുകൊണ്ട് ബാമയ്ക്ക് ഒറ്റപ്പെടൽ തോന്നിയതേയില്ല. ഇന്ദുവിൻ്റെ 10 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കളിപ്പിച്ച് അവൾ സമയം ചിലവഴിച്ചു. കളിയും ചിരിയും എല്ലാമായി സമയം പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് രണ്ടുപേരും ഇത് കുടിച്ചേ. ഒരു കരിക്കൽ 2 സ്ട്രോ ഇട്ട് വിഷ്ണുവും കൂട്ടുകാരും ബാമയ്ക്കും വിനുവിനും കൊടുത്തു. കുടിക്കളിയാ, കൂട്ടുകാർ നിർബന്ധിച്ചു. വിനു ഒരു സ്ട്രോ വായിലാക്കി അത് വലിച്ചു കുടിച്ചു. ബാമ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മടിയോടെ അവൾക്കും കുടിക്കേണ്ടി വന്നു. ഇതിനെന്താടാ ഒരു പ്രത്യേക ചൊവ? കുടിച്ചു തീർന്നതും വിനു ചോദിച്ചു. അതോ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു വെട്ടിക്കൊണ്ടു വന്നതാ. രണ്ടുപേരും പോകാനായി എഴുന്നേറ്റു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അവർ സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. അവർ പോയതും ഡാ, എന്നാലും ഇത് വേണ്ടായിരുന്നു, വിഷ്ണുവിനോട് ഒരു കൂട്ടുകാരൻ ചോദിച്ചു. പോടാ, ഇതൊക്കെ ഒരു സന്തോഷത്തിനല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും നീയൊക്കെ ഇതുപോലൊരു പണി എനിക്ക് തന്നില്ലേ? ഡാ, ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞില്ലേ? അതിനെന്താ, അവർ ഒന്ന് അടിച്ചു പൊളിക്കട്ടെടാ. വിഷ്ണു ഒന്ന് കണ്ണടച്ച് കാണിച്ച് അകത്തേക്ക് പോയി. വിഷ്ണുവിൻ്റെ വീട് നടന്നു പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർ വണ്ടിയെടുക്കാതെയാണ് പോയത്. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വിനുവേട്ടാ, എനിക്കെന്തോ പോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ ബാമേ. നീ എൻ്റെ കയ്യിൽ പിടിച്ചോ, അപ്പോൾ സുഖമായിട്ട് നടക്കാം. എങ്ങനെയോ രണ്ടുപേരും വീട്ടിലെത്തി. വിനു മുന്നിലേക്ക് കതക് തുറന്ന് അകത്തേക്ക് കയറി. കതകടച്ച് രണ്ടുപേരും റൂമിലേക്ക് പോയി. റൂമിലെത്തിയ ബാമ സാരി അഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടാണ് വിനു അങ്ങോട്ട് വന്നത്. അവൻ നേരെ അവൾക്കടുത്തേക്ക് ചെന്ന് പുറകിലൂടെ അവളുടെ വയറിൽ കൈവച്ച് ചേർത്ത് പിടിച്ചു. ബാമ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ അടുത്തേക്ക് പറ്റിച്ചേർന്നു. അവൻ അവളുടെ തലമുടി ഒരു സൈഡിലേക്ക് മാറ്റി പിൻകഴുത്തിലായി ഉമ്മ വെച്ചു. ബാമ നീങ്ങിപ്പോയി. അവൾ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. ബാമി, അവൻ പ്രണയപരവശത്തോടെ വിളിച്ചു. അവളും അതുപോലെ മൂളി. പെണ്ണേ, എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നോ. ഞാനിതാ എൻ്റെ ഈ നെഞ്ചിനകത്ത് നിന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്നില്ല പെണ്ണേ. നീയില്ലാതെ ഞാൻ പൂർണ്ണനാവില്ല. നിനക്കെന്നെ ഇഷ്ടമാണോ? നീയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും പെണ്ണേ. അവൾ കൈയെടുത്ത് വിനുവിൻ്റെ വാ പൊത്തി പിടിച്ചു. എനിക്കെൻ്റെ വിനുവേട്ടനെ ജീവന. ഏട്ടനില്ലെങ്കിൽ ഞാനുമില്ല. അവൻ പതിയെ അവളുടെ ഇടത് ചെവിയിൽ കടിച്ചു. അവൾ ഇക്കിളിയായതുപോലെ ഒന്ന് തലവെട്ടിച്ചു. വിനുവേട്ട, വേണ്ട. അവൾ നാണത്തോടെ പിറുപിറുത്തു. വേണം. അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു. അവൾ ഓരോ ചുവടായി ബാക്കിലേക്ക് നടന്നു. നടന്നവൾ ബെഡിൽ ചെന്നിടിച്ചു നിന്നു. അവൻ പതിയെ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അവൻ അവളുടെ സാരി അഴിച്ച് ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് അവളുടെ മാറിലേക്ക് മുഖമൊളിപ്പിച്ചു. അവളൊന്ന് നീങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കൊരുത്ത് പിടിച്ചു. അവൻ അവളുടെ ചുണ്ടുകൾക്കായി പരതി. അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു. അവളുടെ എതിർപ്പുകളെ തടഞ്ഞുകൊണ്ട് അവ കണ്ടുപിടിച്ച് സ്വന്തമാക്കി. ആദ്യം അവളും ഒന്ന് ശങ്കിച്ചുവെങ്കിലും പിന്നീട് അവളും അതിലേക്ക് അലിഞ്ഞു ചേർന്നു. അവൻ മതിവരുവോളം അവയെ നുണഞ്ഞെടുത്തു. അവൾക്ക് വേദനിക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ അവൻ അവയെ സ്വതന്ത്രമാക്കി. അവൻ്റെ കൈ അവളുടെ ശരീരത്തിലാകെ ഓടി നടന്നു. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഉടയാടകളെല്ലാം ഊരി അവൻ ദൂരേക്കെറിഞ്ഞു. അവളിലെ പെണ്ണിനെ സ്വന്തമാക്കാൻ അവൻ ആവേശം പൂണ്ടു. അവൾ ഒരാശ്രയത്തിനെന്നോണം അവനെ ഇറുക്കെ പുണർന്നു. അവളുടെ വിരലുകളിലെ നഖം അവൻ്റെ കഴുത്തിലും ശരീരത്തിലും ആഴ്ന്ന് അവനതൊരാവേശമായി മാറി.
ഒടുവിൽ ഒരു ചെറുനോവ് അവൾക്ക് സമ്മാനിച്ച് അവളിലെ പെണ്ണിനെ അവൻ സ്വന്തമാക്കി. രാത്രിയുടെ ആയാമത്തിൽ അവൻ മതിയാവോളം അവളെന്ന പെണ്ണിനെ അറിഞ്ഞു. അവളും അവൻ നൽകിയ ആ ചെറുനോവുള്ളൊരു സുഖത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു വിനുവും ഭാമയും. വിനുവിൻ്റെ ഫോൺ നിർത്താതെ അടിക്കാൻ തുടങ്ങി. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് വിനു ഒന്ന് ഞെട്ടി കണ്ണു തുറന്നു. അവന് തലയിൽ എന്തോ ഭാരമിരിക്കുന്നത് പോലെ തോന്നി. അവൻ ഇരു സൈഡിലേക്കും തല വെട്ടിച്ചു. പെട്ടെന്നാണ് അടുത്താരോ കിടക്കുന്നത് കണ്ടത്. അവൻ പെട്ടെന്ന് എണീക്കാനായി പോയി. അപ്പോഴാണ് അവന് താൻ പൂർണ്ണ നഗ്നനാണെന്ന് മനസ്സിലായത്. അവൻ തിരിഞ്ഞു നോക്കി. ഭാമയെ കണ്ടവൻ ഒരു നിമിഷം തലയിൽ കൈവച്ചു പോയി. അവളും പൂർണ്ണ നഗ്നയായിരുന്നു. അവൻ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. അവളിപ്പോഴും ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ എണീറ്റ് തറയിൽ കിടന്ന് അവൻ്റെ മുണ്ടെടുത്തെടുത്തു. കുറച്ചു നേരം ഒരു കുറ്റബോധത്തോടെ ഭാമയെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയി ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ ചോട്ടിൽ നിന്നു. നല്ല തണുത്ത വെള്ളം ശരീരത്തിൽ വീണതും നീറ്റൽ കൊണ്ട് അവൻ അറിയാതെ വിളിച്ചുപോയി. ആ നീറ്റലിലും അറിയാതെ അവൻ്റെ ഉള്ളമൊന്ന് കുളിരുകോരി. രാത്രി എന്താണ് നടന്നതെന്നും പൂർണ്ണമായി അവൻ ഓർമ്മയില്ലെങ്കിലും അവനൊന്ന് മനസ്സിലായി, താൻ ഇന്നൊരു പൂർണ്ണനായിരിക്കുന്നു. അവൻ കണ്ണടച്ചു നിന്നു. അവൻ്റെ ശരീരത്തിലെ രോമമെല്ലാം അവൻ്റെ സന്തോഷത്തിന് വരവേറ്റു. അവൻ വേഗം കുളിച്ച് പുറത്തിറങ്ങി. അപ്പോഴും ഒന്നും അറിയാതെ ഭാമ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ അവളുടെ അടുത്ത് പോയി നെറ്റിയിലൊരു മുത്തം നൽകി. പെട്ടെന്ന് വീണ്ടും അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ചു പോയി. അവൻ ഫോൺ എടുത്ത് നോക്കി. വിഷ്ണു കോളിംഗ്. വിനു ഫോണുമായി പുറത്തേക്കിറങ്ങി. ഡാ അലവലാതി, നീ ഇന്നലെ ഞങ്ങൾക്ക് കുടിക്കാൻ എന്താണ് തന്നത്? നീ ചൂടാവാതെ വിനു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? വിനു ഫോണിൽ കൂടെ ഒരു പൂരം തന്നെ നടത്തി. അവൻ പറഞ്ഞു തീർന്നൊന്ന് നിർത്തി. കഴിഞ്ഞോ? ഡാ, ഞാനും അവളുമായിട്ട് ഇതുവരെ ഒന്നുമില്ലായിരുന്നു. നിനക്കറിയാലോ അവളുടെ കാര്യമെല്ലാം. അതുപോലെ എൻ്റെയും. ഡാ, ഞാൻ കരുതി നിങ്ങളിപ്പോൾ ഒന്നിച്ചെന്ന്. ആടാ, ഒന്നിച്ചു ഇന്നലെ രാത്രി. അതുപോട്ടെ, നീ എന്താ കലക്കി തന്നത്? അതോ, ചെറിയൊരു പൊടിയാണ്. എന്തു പൊടി? അതോ, എനിക്കൊട്ടും റൊമാൻസ് ഇല്ലെന്ന് ഇവിടെ ഒരുത്തിക്ക് ഭയങ്കര പരാതിയായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് ഒരു വൈദ്യനുണ്ട്, അവിടെ പോയി ഒരു സാധനം തരും, അത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ പിന്നെ താനേ റൊമാൻസ് വന്നോളുമെന്ന്. അളിയ, അത് ഞാൻ നിനക്ക് കുറച്ചേ കലക്കിയുള്ളൂ, സത്യം. ഇപ്പോഴുമുണ്ടോ ഇങ്ങനത്തെ ഉടായ്പകൾ? എടാ, ഉടായ്പല്ലെന്നേ, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എന്നാലും ഞാൻ കാരണം നിങ്ങൾ ഒരുമിച്ചല്ലോ, സന്തോഷമായി അളിയ. നാറി, വെച്ചിട്ട് പോടാ. അവൻ ഫോൺ കട്ട് ചെയ്ത് ഒരു പുഞ്ചിരിയോടെ നിന്നു. പെട്ടെന്നാണ് റൂമിൽ നിന്ന് ഒരലർച്ച കേട്ടത്. വിനു പേടിയോടെ നേരെ റൂമിലേക്ക് ഓടി.